വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊക്കെ ഈ ദേഷ്യം വരുന്ന ആൾക്കാരാണ് അല്ലേ. ദേഷ്യവും വെറുപ്പും ഒക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ആൾക്കാരും. അങ്ങനെ അല്ലാത്തവരാരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു കഴിയുമ്പം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ആ ഒരു അതിൻ്റെ ആ ഒരു എഫക്റ്റ്, ആ റിഫ്ലക്ഷൻ എത്ര വലുതാണ്. നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്, അത് അങ്ങനെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതൊന്നും നടക്കുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ നമുക്കുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ഈ ഇമോഷൻസിൻ്റെ ഇമ്പാക്റ്റാണ് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ നടക്കാതെ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല, നമുക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ലിസ മൺപോട്ടാണ്, മാനൂർ സ്റ്റേഷൻ വെച്ച് ഫംഗ്ഷൻ വെളുത്തു വെച്ചു. അപ്പോൾ എല്ലാ മനുഷ്യർക്കും തന്നെ ഉണ്ടാകുന്നൊരു വികാരമാണ് വെറുപ്പ് അല്ലെങ്കിൽ ദേഷ്യം. എന്തിനാണ് നമ്മൾ ആ വെറുപ്പ് ഒരു ദേഷ്യവും നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും നമുക്കറിയത്തില്ല. പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു എന്താ പറയുക, ബ്രെയിനിലുണ്ടാകുന്ന ആ ഒരു ചിന്തകളുടെ ഒരു വേവ്സ് കടന്നു വന്നിട്ട് അത് നമ്മളൊരു നെഗറ്റീവ്, നമ്മൾ പറയാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിച്ച ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചിന്തകളുടെ ഒരു തള്ളിക്കയറ്റമാണ് നമുക്ക് ഈ ദേഷ്യമൊക്കെ ആയിട്ട് നമുക്ക് വെറുപ്പും ദേഷ്യമായിട്ട് നമുക്ക് പരിണമിക്കുന്നത്. പക്ഷേ നമ്മൾ എന്തിനാണ് അങ്ങനെ ആ വെറുപ്പും ദേഷ്യം നമ്മുടെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് നമുക്കറിയത്തില്ല. പക്ഷേ അത് നമുക്ക് മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വിലങ്ങത്തടി പോലെ നിൽക്കുകയാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ കൂടി 60,000-നും 70,000-നും ഇടയ്ക്കുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. അതിൽ പലതും റിച്ച് ആയിട്ടുള്ളതും വേസ്റ്റ് ആയിട്ടുള്ളതും ക്രിയേറ്റഡ് ആയിട്ടുള്ള തോട്ടുകളുണ്ട്. അതിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ടുകളൊക്കെ ഉണ്ടെന്ന് ഞാൻ ചിന്തകളെക്കുറിച്ചുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചിന്തകൾ എന്താണെന്നോ അത് എവിടെ നിന്നാണെന്നതോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നോ പിന്നെ അതെന്തിനു വേണ്ടി ഉപയോഗിക്കണമെന്നോ എവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിവില്ല. അത് നമ്മുടെ ബ്രെയിനിലാണ്, നമ്മുടെ ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂറോണുകളിലാണ്. ആ ബ്രെയിനിൽ നിന്നുള്ള ചിന്തകൾ നമ്മുടെ സ്ഥൂല ശരീരമായ ശരീരത്തിലെ സൂക്ഷ്മ അംശമായിട്ടുള്ള മനസ്സിൽ അത് സ്റ്റോർ ചെയ്യും. ആ മനസ്സിൽ 2-3 തലങ്ങളുണ്ട്. അതിലൊന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്. മനസ്സിലൂടെയാണ് ബോധതലത്തിലൂടെയാണ് നമ്മൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത് എങ്കിൽ പോലും ഇവയെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മളിപ്പോൾ ഒരു പദ്യം ചൊല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു കാണാതെ പഠിക്കാൻ പറഞ്ഞ ഒരറ്റവും നമ്മളോട് ഒരു പദ്യം അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. നമ്മൾ മനസ്സിൽ അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇടം സബ് കോൺഷ്യസ് മൈൻഡാണ്. കാരണം പഠിച്ചു കഴിഞ്ഞ് പിന്നീട് അത് ചൊല്ലാൻ നേരത്ത് ഒരു വരി പോലും തെറ്റാതെ നമ്മളിലേക്ക് അത് ഓടി അത് എത്തുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം നമ്മൾ ഈ ദേഷ്യപ്പെടുകയും ഈ വെറുപ്പുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പോയി സ്റ്റോർ ആകുന്ന സ്ഥലമാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റോർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ നല്ല കാര്യത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഈ പാലിൻ്റെ മുകളിൽ പാട വന്ന് മൂടുന്ന മാതിരി നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കിടന്നിരിക്കുന്ന ഈ നെഗറ്റീവുകളെല്ലാം കൂടി കാരണം ഒരുപാട് നെഗറ്റീവ് കിടക്കുകയാണ്. അവിടേക്കാണ് നമ്മൾ ഗാർബേജിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്ന പോലെയാണ്. അവിടേക്കാണ് നമ്മൾ നമ്മുടെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു പോസിറ്റീവ് കാര്യത്തിൻ്റെ ആ ഒരു വിത്ത് നമ്മൾ കൊണ്ടുപോയി വിതയ്ക്കുന്ന ഇടം ഈ ഗാർബേജിന് മുകളിലേക്കാണ്. പക്ഷേ ഗാർബേജിന് മുകളിലേക്ക് അടി മുഴുവൻ ഗാർബേജായിട്ട് കിടക്കുകയാണ്. അതിനകത്തേക്ക് അത് എത്രമാത്രം വളർന്നു വരുമെന്നും അഥവാ വളർന്നു വന്നാൽ തന്നെ അത് എത്രമാത്രം വിഷാംശം ഉള്ളതാണെന്ന് പോലും നമുക്കറിയില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൽ ശരീരവും മനസ്സും ആത്മാവും കൂടി ചേർന്ന ഒരു മൂന്നും കൂടി ചേർന്ന ഒരു ട്രിനിറ്റി ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എനർജിയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ആ ഈ ഫിസിക്കൽ എനർജിയിലേക്ക് നമ്മൾ ഈ മൈൻഡ് എന്ന് പറയുന്ന ഈ സൂക്ഷ്മ അംശമായ ഈ മെറ്റാഫിസിക്കൽ എനർജിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന മുഴുവൻ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുമില്ല. നെഗറ്റീവുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കയറി വരികയും ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ
വെറുപ്പ് ആരോടും നമ്മൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും പരിഹാരമായിട്ടുള്ള കാര്യം. എന്തിനാണ് വെറുപ്പ് വെക്കുന്നത് നമ്മളോട് ആരും ചോദിച്ചാൽ അതിന് പോലും നമുക്കറിയത്തില്ല. എന്തിനാണ് ആ വ്യക്തി എന്നോട് അത് പറഞ്ഞു, ഈ വ്യക്തി എന്നോട് ഇത് പറഞ്ഞു. ഇത് നമ്മൾ നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് അവരോട് വെറുപ്പ് തോന്നുന്നത്. നമ്മളത് കേൾക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിലോ അവരത് പറഞ്ഞിട്ട് അവർ ഹാപ്പിയായിട്ട് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കും. പക്ഷേ അവർ ചെയ്യുന്ന കുറ്റത്തിന് നമ്മൾ ആണ് ശിക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരാൾ പറയുമ്പം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് അത്ര നമ്മളെ ഹെർട്ട് ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരോട് വെറുപ്പ് തോന്നുന്ന വിധത്തിൽ അവർ നമ്മളോട് സംസാരിച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ആ വ്യക്തിയെ നമ്മളങ്ങ് ഒഴിവാക്കി വിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒഴിവാക്കി വിട്ടാലും വിട്ടില്ലെങ്കിലും അവരോട് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അത് മനസ്സിൽ കയറ്റി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കോഴ്സുകളും പിന്നെ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിന് സ്പെഷ്യൽ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിൽ നിന്ന് അത് എടുത്തു മാറ്റേണ്ടത്, എങ്ങനെയാണത് കളയേണ്ടതെന്നൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പം നമ്മളെന്തായാലും നമുക്കൊരാളോ ഒരാളിങ്ങനെ പറയുമ്പോഴത്തെ അറ്റ്ലീസ്റ്റ് അത് മനസ്സിലേക്ക് എടുക്കാതെ പോട്ടെ എന്നും പറഞ്ഞിട്ട് നമുക്കതിനെ അത്രയെങ്കിലും നിസ്സാരമായിട്ട് നമ്മളതിനെ ഒരു ചെറിയ കാര്യം കൊണ്ടെങ്കിൽ പോലും എടുത്തു കളയാൻ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചിട്ടില്ലാത്തവർക്കാണ് അവർക്ക് ആഗ്രഹമുണ്ട്, വളരാൻ ആഗ്രഹമുണ്ട്, ചെയ്യാൻ ആഗ്രഹമുണ്ട്, പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും സാധിക്കാത്ത വിധത്തിൽ അവർ ഇത്രയ്ക്കധികം ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു താഴ്ന്ന ലോ ലെവലിൽ തന്നെ അവർ നിൽക്കുന്നത്. ആഗ്രഹം ഉണ്ടായിട്ട് അവർക്ക് കയറി വരാൻ സാധിക്കാത്ത ഇതാണ്. അപ്പോൾ അവർ പറയുന്ന വെറുപ്പ് ഏൽക്കുന്നത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ സോളിനാണ്. സോളെന്ന് പറയുന്നത് ആ സോളാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത്. നമ്മൾ ശബരിമലയൊക്കെ കണ്ടിട്ടില്ല, തത്വമസിന്ന് എഴുതി വെച്ചിരിക്കുന്ന ഞാൻ നിന്നെ തന്നെയാണെന്ന് പറയുന്നില്ലേ, ആ നിന്നിലുള്ള ഞാനാണ് ഈ സോളെന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന നെഗറ്റീവുകളും ഈ വെറുപ്പും ഈ വൈരാഗ്യം ഈ ദേഷ്യം എല്ലാം വന്നേക്കുന്നത് നമ്മുടെ സോളിനാണ്. അപ്പോൾ സോളിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിനെ ബോധപൂർവം തന്നെ റിജക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സോളിനെ നമ്മൾ കാത്തുപരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്നും നമ്മൾ കാണാതെ ഈ ദേഷ്യവും വെറുപ്പും പകയായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന അത് തന്നെ ആയിരിക്കും നമുക്ക് പുറത്തു നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇൻപുട്ട് എന്താണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടും. അപ്പം നല്ലത് മാത്രം ചെയ്തുകൊണ്ട് നല്ലത് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് പീസ്ഫുള്ളായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ആത്യന്തിക ഭാവം എന്താണെന്ന് ചോദിച്ചു അറിയാമോ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീസാണ്. നമ്മൾ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടില്ലേ? അവർ മലർന്നു കിടന്നിട്ട് ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. ശാന്തിയാണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ സ്ഥായി ഭാവം. ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ശാന്തിയാണ്. അതുപോലെ തന്നെ ഈ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കണ്ടോ അവർക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തയില്ല, ഒന്നിനെക്കുറിച്ചും അറിയണ്ട, ഒന്നിനെക്കുറിച്ചും പേടിക്കണ്ട, ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട, അവരും ശാന്തിയിലാണ് കിടന്നുറങ്ങുന്നത്. അതുപോലെ ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ശാന്തിയാണ്. അപ്പോൾ ആ ശാന്തിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഈ ശാന്തി കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ എന്നേക്കുമായിട്ട് എടുത്തു കളയാന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോളിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ ഗ്രൂപ്പിലേക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിലും ഇത് നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഗ്രൂപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.